ഈ റൈഡിനൊരു പ്രത്യേകത കൂടി ഉണ്ട്. എൻ്റെ കൂടെ എൻ്റെ അമ്മയോടെയും വരുന്നുണ്ട്. അപ്പോൾ ഞങ്ങളുടെ പടക്കുതിരയായിട്ട് ഞങ്ങൾ ഹെയർ പിന്നുകളാണ്. ഫ്രണ്ട് സൈഡ് മാത്രമാണ് വണ്ടികൾ വന്നിരുന്നത്. 16 ഡിഗ്രി തണുപ്പിലാണ് കൊടൈക്കനാലിൽ നിൽക്കുന്നത്. ഗുഡ് മോർണിംഗ് കൊടൈക്കനാൽ. കാണാൻ തന്നെ എന്തൊരു ഭംഗി. ഡേറ്റ് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് അഡ്വഞ്ചർ ട്രിപ്പാണ് മക്കളെ. ഹായ് ഫ്രണ്ട്സ്, വ്യൂസ് ഓഫ് ജോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ബുള്ളറ്റുമേ ഗോവയിലേക്കൊരു ഗ്രാൻഡ് ട്രിപ്പ് കഴിഞ്ഞതിന് ശേഷം ഒരു ബുള്ളറ്റ് റൈഡ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് കൊടൈക്കനാലിലേക്കാണ്. ഈ റൈഡിനൊരു പ്രത്യേകത കൂടി ഉണ്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ റൈഡിൻ്റെ കൂടെ എൻ്റെ അമ്മയോടെയും വരുന്നുണ്ട്. അമ്മേനൊന്ന് പരിചയപ്പെടാം. അമ്മയൊന്ന് പേര് പറഞ്ഞൊന്ന് പരിചയപ്പെടുത്തി. എൻ്റെ പേര് പുഷ്പ ജെയിംസ്. എൻ്റെ മകൻ്റെ കൂടെയാണ് ഞാൻ പോകുന്നത്. ഞങ്ങളും പോയി നോക്കട്ടെ എങ്ങനെയുണ്ട് ഇതിൻ്റെ ത്രില്ല് എന്നൊന്നും അറിയാം. ഓക്കെ, അപ്പോൾ അമ്മ പറഞ്ഞത് കേട്ടല്ലോ. എന്തായാലും നല്ലൊരു എക്സൈറ്റ്മെൻറ്റിലാണ് ഒരു മകനെന്ന നിലയിൽ അമ്മേനെ കൂട്ടിയിട്ട് തൃശ്ശൂരിൽ നിന്ന് കൊടൈക്കനാൽ വരെ ബുള്ളറ്റുമ റൈഡ്, ഹൈ റേഞ്ച്, അതിനോടൊപ്പം എല്ലാം എൻ്റെ പുറകിലുള്ള പുണ്യാളിനെ ഏൽപ്പിച്ച് ഞാൻ പോവാണ്. ഓക്കെ, അപ്പോൾ യാത്രയുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചാനൽ വഴി അറിയാം. പാർട്ടായിട്ടാണ് നമ്മൾ വീഡിയോ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ കൊടൈക്കനാലിലെ എല്ലാ വിശേഷങ്ങളും കാര്യങ്ങളും നമ്മൾ ഈ വീഡിയോ വഴി നിങ്ങൾക്ക് എത്തിക്കാം. ഓക്കെ, തൃശ്ശൂർ ഹെറിറ്റേജ് ഷോറൂമുകാരാണ് കൊടൈക്കനാലിലേക്കുള്ള ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും വന്നിട്ടുണ്ട്, എല്ലാവരും വണ്ടികൾ സെറ്റാക്കിയിട്ടുണ്ട്. നമ്മൾ ഇവിടുന്ന് യാത്ര തുടങ്ങാണ്. അമ്മ എന്തായാലും പറഞ്ഞോളോ, എന്തെങ്കിലും ബുദ്ധിമുട്ട് കാര്യങ്ങൾ എന്തെങ്കിലും പറഞ്ഞോളോ. പിന്നെ ഷിംജോട്ടൻ നമ്മുടെ കൂടെ ഫ്രണ്ടിൽ ഉണ്ടാവും കേട്ടോ. ഓക്കെ, നമ്മുടെ കൂടെ തൊട്ട് ബാക്കിലായിട്ട് ഷിംജോട്ടൻ ഉണ്ടാവാം. ഹെറിറ്റേജിന്റെ ഓരോ ട്രിപ്പിലും പ്രത്യേകത അവർ വളരെ വൃത്തിയായിട്ട് ഗൈഡ് ചെയ്തിട്ടാണ് ഓരോ റൈഡേഴ്സിനെയും കെയർ ചെയ്യുന്നത്. അത് തന്നെയാണ് ഇവരോടൊപ്പം യാത്ര പോകാനായിട്ട് നമുക്ക് വീണ്ടും വീണ്ടും ആവശ്യം കൂടുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ യാത്ര തുടങ്ങായി. അമ്മ പോലെ ഓക്കെ. അപ്പൊ ഞങ്ങളുടെ പടക്കുതിരയായിട്ട് ഞങ്ങള് കൊടൈക്കനാലിലേക്ക് ഇറങ്ങാണ്. ഇവിടുത്തെ ഒരു 3 കിലോമീറ്റർ കൂടെ ഉള്ളൂ കൊടൈക്കനാലിലേക്ക്. രാത്രി 12 മണിക്കാണ് ഞങ്ങൾ ഹെറിറ്റേജിൻ്റെ ഷോറൂമിൽ യാത്ര പുറപ്പെടുന്നത്. പുലർച്ചെ ഏകദേശം ഒരു 5:30-6 മണി കൂടിയിട്ട് ഞങ്ങൾ കൊടൈക്കനാലെത്തി. യാത്രയുടെ ഫീലിംഗ് എന്ന് പറയാൻ വെച്ച് കഴിഞ്ഞാൽ വളരെ എൻജോയ് ചെയ്തിട്ടാണ് ഞാനും മമ്മിയും ഈ റൈഡ് ആസ്വദിച്ചത്. എന്താ വെച്ചാൽ നമ്മൾ ഇതുവരെ കൊടൈക്കനാലിലേക്ക് ആദ്യമായിട്ടാണ് ഞാനും മമ്മിയും ബുള്ളറ്റിന് യാത്ര പോകുന്നത്. ആ ഒരു ഫീല് ഒരു ഭയങ്കര ഫീലാണ്. ഞങ്ങൾക്ക് തോന്നിയ വേറൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ടൈമിൽ പോയ കാരണമാണെന്ന് തോന്നുന്നു. ഞങ്ങൾ ചുരം കയറുമ്പോഴും പഴനി കഴിഞ്ഞാൽ പിന്നെ ഹൈ റേഞ്ചാണ്, ഹെയർ പിന്നുകളാണ്. ആ കയറുമ്പോഴൊക്കെ ഞങ്ങൾക്ക് 1 സൈഡ് മാത്രമാണ് വണ്ടികൾ വന്നിരുന്നത്. ഏകദേശം കൊടൈക്കനാലൊക്കെ എത്താറായപ്പോഴാണ് 2 സൈഡ് വണ്ടികൾ വന്നു തുടങ്ങിയത്. അത് ഞങ്ങളെ ബൈക്ക് റൈഡേഴ്സിന് എല്ലാവർക്കും നല്ലൊരു ഹെൽപ്പായി മാറിയത്. അതുപോലെ തന്നെ ശരിക്കും ഹെയർ പിന്നിൻ്റെ വളവുകളും തിരിവുകളും ഒക്കെ എൻജോയ് ചെയ്തിട്ട് ഓടിക്കാനും, അതിനോടൊപ്പം തന്നെ 16 ഡിഗ്രി തണുപ്പിലാണ് കൊടൈക്കനാലിൽ നിൽക്കുന്നത്. ആ തണുപ്പ് മൊത്തം ഏറ്റുവാങ്ങിക്കൊണ്ട് സൂര്യോദയം അടക്കമുള്ള കാഴ്ചകൾ, മലയുടെ പുറകിൽ നിന്ന് സൂര്യൻ ഉദിച്ച് വരുന്ന കാഴ്ചകളും എല്ലാം ആസ്വദിച്ചുകൊണ്ടുള്ളൊരു വളരെ എൻജോയ് ചെയ്തിട്ടുള്ളൊരു റൈഡായിരുന്നു. അതുപോലെ തന്നെ ഞാനൊരു യൂട്യൂബറും കൂടിയിട്ടുള്ള കാരണം എൻ്റെ വീഡിയോസിന് ഭംഗി കിട്ടാനായിട്ട് എല്ലാ റൈഡേഴ്സും കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കാഴ്ചകളൊക്കെയാണ് നിങ്ങൾ കാണുന്നത്. ഗുഡ് മോർണിംഗ് കൊടൈക്കനാൽ.
അങ്ങനെ കൊടൈക്കനാൽ എത്തിയിരിക്കുകയാണ്. ഞങ്ങൾക്ക് കൊടൈക്കനാലിൽ നിന്ന് ഒരു 10 കിലോമീറ്റർ കൂടിയും യാത്ര ചെയ്തിട്ട് വേണം ഞങ്ങൾ താമസിക്കുന്ന ഒരു സ്പെഷ്യൽ സ്ഥലത്തേക്ക് എത്താനായിട്ട്. അവിടേക്കുള്ള യാത്രയിലാണ് ഞങ്ങൾ. കൊടൈക്കനാൽ എത്തിയതുകൊണ്ടാണെന്ന് അറിയില്ല, എല്ലാ റൈഡേഴ്സിനും പ്രത്യേക ഒരു ആവേശമായി. നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നമ്മൾ എത്തിച്ചേർന്നു. എല്ലാവരും വളരെ എൻജോയ് ചെയ്ത് എത്രയും പെട്ടെന്ന് നമ്മുടെ ഒരു സ്പെഷ്യൽ സ്റ്റൈലേക്ക് എത്താനായിട്ടുള്ള യാത്രയിലാണ് എല്ലാവരും. കൊടൈക്കനാലിൻ്റെ നഗരവീഥികളിലൂടെ ഞങ്ങൾ ബുള്ളറ്റ് റൈഡേഴ്സ് ഓളം തന്നെ ഉണ്ടാക്കിയിട്ടാണ് ഞങ്ങൾ പോകുന്നത്. ഒരു 10-15 വണ്ടിയോളം നിരന്ന് പോകുന്ന കാഴ്ച പലർക്കും അതിശയമായിരുന്നു. ഏകദേശം തൃശ്ശൂർ തൊട്ട് കൊടൈക്കനാൽ വരെ ഏകദേശം ഒരു ഫുൾ ടാങ്ക് പെട്രോള്, ഇതാണ് കണക്ക്. എല്ലാവരുടെ ഫ്യൂലും ഏകദേശം എൻഡ് ചെയ്ത് തുടങ്ങി. കൊടൈക്കനാലിലെത്തിയപ്പോൾ ഞങ്ങൾ വരവേറ്റത് ഒരു അടിപൊളി കാട്ടുപോത്താണ്. എന്താ സൈസ്, ചെറിയൊരു കുട്ടിയാനയുടെ സൈസാണ്. ആഹാ, കാണാൻ തന്നെ എന്തൊരു ഭംഗി, ചിന്തിക്കാൻ പറ്റാത്ത പവറാണ് ഇവന്. ഒരു പ്രത്യേക ഭംഗിയാണ് കൊടൈക്കനാൽ നഗരത്തിന്. വഴികളിൽ 2 വശങ്ങളിലും പൂക്കളും മരങ്ങളും അതിലെ കാണുന്ന മലകളുടെ മുകളിലെ വീടുകളും എല്ലാം ഒരു പ്രത്യേക ഭംഗി ആസ്വദിച്ചിട്ടുള്ളൊരു യാത്രയായിരുന്നു ഇവിടെ. കൊടൈക്കനാലിൽ പിന്നെ നമുക്ക് കാണാൻ പറ്റുന്ന ഒന്നാണ് അമ്പലങ്ങൾ. ചെറിയ ചെറിയ അമ്പലങ്ങൾ ഒരുപാടുണ്ട്. ഒരു പ്രത്യേകമായ കൊത്തുപണികളും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് നമ്മളെ അതിശയിപ്പിക്കുന്ന രീതിയിലാണ്. അമ്മ പഴയ പോണവർക്കൊക്കെ ടാറ്റയ്ക്ക് കൊടുക്കുന്നുണ്ട്. എന്തായാലും സന്തോഷമായി ആൾക്ക്. യാത്രകൾ നമ്മുടെ മനസ്സിന് ഇന്നും കുളിർ നൽകുന്ന ഒന്നാണ്. അതിനോടൊപ്പം കൊടൈക്കനാലിലെ തണവും കൂടി ആയപ്പോൾ അടിപൊളിയായി. ഒരു ബസ്സിന് പോകാനുള്ള വഴിയുള്ളൂ. സൈഡ് ഒതുക്കിയില്ലെങ്കിൽ തമിഴിൽ കിട്ടുന്നുണ്ട്. ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്തേക്ക് എത്താറായി. നല്ല റോഡുകളൊക്കെ കഴിഞ്ഞു. ഞങ്ങളൊരു സ്പെഷ്യൽ സ്ഥലത്താണ് ഞങ്ങളുടെ സ്റ്റേ എന്ന് പറഞ്ഞല്ലോ. ആ കാണുന്ന ഗേറ്റ് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് അഡ്വഞ്ചർ ട്രിപ്പാണ് മക്കളെ. ഓരോരുത്തർക്കായിട്ടേ പോകാൻ പറ്റുള്ളൂ. എന്താ കാരണം നല്ല കയറ്റാണ്, ശരിക്കും ഓഫ് റോഡ് റോഡാണ്. എങ്ങനെ വീഡിയോ പിടിക്കാൻ പറ്റുമെന്ന് ഉറപ്പില്ല. വീഡിയോ ഭംഗിയായിട്ട് പിടിക്കാന്ന് വെച്ചാൽ വണ്ടി കൺട്രോളിൽ നിന്ന് പോകും. അപ്പോൾ ആ ഉത്തരവാദിത്വം ഞാൻ അമ്മേനെ ഏൽപ്പിച്ചു. അമ്മ എടുത്ത വീഡിയോസാണ് കാണാൻ അടിപൊളിയായിട്ടില്ലേ. ഏക്കർ കണക്കിന് സ്ഥലത്ത് പരന്ന് കിടക്കുന്ന സബർ ജില്ലി തോട്ടത്തിന്റെ നടുവിലാണ് ഞങ്ങളുടെ സ്റ്റേ വരണേ. ആ സ്റ്റേക്ക് ഒരു പ്രത്യേകതയുണ്ട്. ആ വിശേഷങ്ങളെല്ലാം നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. അതുവരേക്കും ബൈ.